നമസ്കാരം സുഹൃത്തുക്കളെ, സ്പോർട്സ് പിച്ചിലേക്ക് ഏവർക്കും സ്വാഗതം. IPL 2026 ചരിത്രം പരിശോധിക്കുമ്പോൾ സഞ്ജു സാംസൺ എന്ന പേര് സ്വർണലിപികളാൽ രേഖപ്പെടുത്തപ്പെടുമെന്ന് ഉറപ്പായി കഴിഞ്ഞു. രാജസ്ഥാൻ റോയൽസിന്റെ പിങ്ക് കുപ്പായം അഴിച്ചുവെച്ച് ചെന്നൈയുടെ മഞ്ഞപ്പടയിലേക്ക് സഞ്ജു എത്തിയപ്പോൾ പലരും അത്ഭുതപ്പെട്ടു. എന്നാൽ ആ ചുവടുമാറ്റം സഞ്ജുവിന്റെ കരിയറിലെ തന്നെ ഏറ്റവും മികച്ച തീരുമാനമായി മാറുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത്. സൂപ്പർ കിങ്സ് പോഡ്കാസ്റ്റിൽ സഞ്ജു നടത്തിയ വെളിപ്പെടുത്തലുകൾ ആരാധകർക്കിടയിൽ വലിയ ചർച്ചയായിരിക്കുകയാണ്. ഈ വർഷം നടന്ന 2020 ലോകകപ്പിലെ പ്ലെയർ ഓഫ് ദി ടൂർണമെന്റ് എന്ന പദവിക്ക് പിന്നാലെ IPLലും സഞ്ജു തന്റെ ജൈത്രയാത്ര തുടരുകയാണ്. ചെന്നൈക്കായി കളിച്ച 10 മത്സരങ്ങളിൽ നിന്ന് ഇതിനോടകം 400-ലധികം റൺസ് സഞ്ജു അടിച്ചുകൂട്ടി. മുംബൈ ഇന്ത്യൻസിനും ഡൽഹി ക്യാപിറ്റൽസിനുമെതിരെ സെഞ്ചുറി നേടിയ സഞ്ജു കഴിഞ്ഞ മത്സരത്തിൽ ഡൽഹിക്കെതിരെ 87 റൺസുമായി പുറത്താകാതെ നിന്ന് ടീമിനെ വിജയത്തിലേക്ക് നയിച്ചു. സീസണിലെ തന്നെ 3ാം സെഞ്ചുറിക്ക് വെറും 13 റൺസ് അകലെയായിരുന്നു താരമെങ്കിലും വ്യക്തിഗത നേട്ടത്തെക്കാൾ ടീമിന്റെ വിജയത്തിനാണ് താൻ മുൻഗണന നൽകുന്നതെന്ന് സഞ്ജു വീണ്ടും തെളിയിച്ചു. ഋതുരാജ് ഗെയ്ക്വാദിന് പകരം സഞ്ജു CSK നായകനാകുമോ എന്നതായിരുന്നു ആരാധകർക്കിടയിലെ പ്രധാന ചർച്ച. എന്നാൽ ഇതിന് സഞ്ജു നൽകിയ മറുപടി ഏതൊരു ക്രിക്കറ്റ് പ്രേമിയുടെയും ഹൃദയം കീഴടക്കുന്നതാണ്. പുതിയൊരു വീട്ടിലേക്ക് എത്തുമ്പോൾ നമ്മൾ അവിടെ ഡിമാൻഡുകൾ വെക്കാറില്ല. ആദ്യം നമ്മുടെ കഴിവ് തെളിയിക്കുകയാണ് വേണ്ടത്. ഒരു മലയാളി എന്ന നിലയിൽ എന്നിൽ വിശ്വാസമർപ്പിച്ച ടീമിനു വേണ്ടി ജീവൻ നൽകി പോരാടാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്, സഞ്ജു പറഞ്ഞു. നായകസ്ഥാനം എന്നതിലുപരി ചെന്നൈ എന്ന ടീമിന്റെ സംസ്കാരത്തോടും ആരാധകരോടുമുള്ള സഞ്ജുവിന്റെ ബഹുമാനമാണ് ഈ വാക്കുകളിൽ നിഴലിക്കുന്നത്. 5 വർഷം രാജസ്ഥാൻ റോയൽസിനെ നയിച്ച അനുഭവ സമ്പത്തുണ്ടായിട്ടും ചെന്നൈയിൽ ഒരു സാധാരണ കളിക്കാരനായി തുടങ്ങാനും തന്റെ ബാറ്റിംഗിലൂടെ ടീമിനെ സേവിക്കാനും സഞ്ജു കാണിക്കുന്ന ആ വിനയമാണ് അദ്ദേഹത്തെ വ്യത്യസ്തനാക്കുന്നത്. CSK ക്യാപ്റ്റൻ ഋതുരാജ് ഗെയ്ക്വാദിനെ സഞ്ജു വാനോളം പുകഴ്ത്തി. ഋതുരാജ് ഒരു സാധാരണ നായകനല്ലെന്നും വളരെ വ്യത്യസ്തനായ ഒരു സൂപ്പർ സ്റ്റാറാണെന്നും സഞ്ജു വെളിപ്പെടുത്തി. എന്നെ ചെന്നൈയിലേക്ക് ക്ഷണിച്ചത് ഋതുരാജ് നേരിട്ടാണ്. 5 വർഷം മറ്റൊരു ടീമിനെ നയിച്ച പരിചയമുള്ള ഒരാളെ സ്വന്തം ടീമിലേക്ക് വിളിക്കാൻ അദ്ദേഹം കാണിച്ച ആ വലിയ ആത്മവിശ്വാസം എന്നെ അത്ഭുതപ്പെടുത്തി, സഞ്ജു ഓർത്തെടുത്തു. മഹേന്ദ്ര സിംഗ് ധോണി പകർന്നു നൽകിയ ആ പാരമ്പര്യം ഋതുരാജ് കൃത്യമായി മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നതിന്റെ തെളിവാണ് സഞ്ജുവിന്റെ ഈ വാക്കുകൾ. തന്റെ ടീമിൽ ഒരു ലീഡർ കൂടി ഉണ്ടാകുന്നത് ടീമിന് ഗുണകരമാകുമെന്ന് തിരിച്ചറിഞ്ഞ ഋതുരാജിന്റെ പക്വതയും ഇവിടെ പ്രശംസിക്കപ്പെടണം. സഞ്ജുവിന്റെ ഈ വെടിക്കെട്ട് ഫോമും ഋതുരാജിന്റെ ശാന്തമായ നേതൃത്വവും ചേരുമ്പോൾ ചെന്നൈ സൂപ്പർ കിങ്സ് പ്ലേ ഓഫിലേക്ക് രാജകീയമായി നടന്നു കയറുകയാണ്. സഞ്ജു എന്ന പവർ ഹിറ്റർ മധ്യനിരയിൽ നൽകുന്ന ആ ആത്മവിശ്വാസം മറ്റ് ബാറ്റർമാർക്കും വലിയ കരുത്താകുന്നു. ചെന്നൈയുടെ ആരാധകർ ഇപ്പോൾ 6ാം IPL കിരീടം സ്വപ്നം കാണുകയാണ്. സഞ്ജുവിന്റെയും ഋതുരാജിന്റെയും ഈ കൂട്ടുകെട്ട് ആ സ്വപ്നം യാഥാർത്ഥ്യമാക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. സഞ്ജു സാംസൺ ചെന്നൈയുടെ നായകനാകണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? അതോ ഋതുരാജിന് കീഴിൽ ബാറ്റിംഗിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതാണോ ടീമിന് നല്ലത്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യൂ. കൂടുതൽ ക്രിക്കറ്റ് വിശകലനങ്ങൾക്കും സഞ്ജു സാംസൺ വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് പിച്ച് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.